ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, ഇവിടെ ഇപ്പോൾ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ അൻവർ പറയുന്നത് അപ്പോഴും അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദമുണ്ട് എന്നതാണ്. അപ്പോൾ ഏറ്റവും അസ്വസ്ഥപ്പെടുത്തുന്നത് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം UDF-നെ തന്നെയാണ് ഇപ്പോഴും എന്നതാണ് അൻവറിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അൻവറിന്റെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുകയാണ്. അപ്പോൾ ഇപ്പോഴും സമ്മർദ്ദം തുടരുന്നു. ഒരു ആഭ്യന്തരമന്ത്രി സ്ഥാനവും വനം വകുപ്പും കൊടുത്താൽ നിങ്ങൾക്ക് ഒരു മുന്നണി പോരാളിയെ കിട്ടുമായിരുന്നു. ആ മുന്നണി പോരാളിയാണ് നിങ്ങൾ നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുന്നത്. വസന്ത്, 2026 ജയിക്കാൻ പറ്റുമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം കൂടി കൊടുത്താൽ അങ്ങനെയെങ്കിലും അൻവറെ പിടിച്ചു നിർത്തണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നോക്കൂ, ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആര് പറഞ്ഞു? ആണ്ടി തന്നെ പറഞ്ഞു. ആ ഒരു അവസ്ഥയിലാണ് അൻവറിൻ്റെത്. അൻവർ കുറെ ഇസങ്ങൾക്കെതിരായി ഇറങ്ങി പുറപ്പെട്ട ആളാണ്. പക്ഷെ ബേസിക്കലി അൻവർ അവനവനിസത്തിന്റെ ആളാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമായിട്ടുണ്ട്. അൻവർ തുറന്നു പറഞ്ഞ അൻവർ LDF വിട്ട് LDF-ന്റെ കക്ഷി നേതാവായിരുന്നിടത്ത് നിന്ന് അത് വിട്ട് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു. അത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. അത് ഇവിടുത്തെ പ്രതിപക്ഷം മുമ്പ് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതിന് ചില എവിഡൻസുകൾ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നു. ഈ പരാതിക്കാരെ വെച്ചുമാറുന്ന, പരാതിക്കാരായ സ്ത്രീകളെ വെച്ചുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വാർത്തകൾ വെളിയിലേക്ക് വരുന്നു. അൻവർ അന്ന് പറഞ്ഞ കാര്യങ്ങളോടും ഇന്ന് പറയുന്ന കാര്യങ്ങളോടും ഞങ്ങൾക്ക് ഐക്യമുണ്ട്. അൻവർ തുറന്നു പറഞ്ഞ രാഷ്ട്രീയത്തോട്, അദ്ദേഹം മുമ്പോട്ട് വെച്ച ചില ആരോപണങ്ങളോട്, ചില അഭിപ്രായങ്ങളോട് ഞങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുകയാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ, ഒരു രാഷ്ട്രീയ കുട്ടിയുടെ, LKG-യിൽ രാഷ്ട്രീയം ഒരു വിദ്യാർത്ഥിയെ കൂട്ടിയാൽ രാഷ്ട്രീയത്തിന്റെ LKG-യിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മെച്യൂരിറ്റി പോലും ഇല്ലാത്ത, ഒരു പൊളിറ്റിക്കൽ ചൈൽഡിഷ്നെസ് കാണിക്കുന്ന ഒരാളെ UDF-ൽ എന്നല്ല ഒരു മുന്നണിക്കും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അൻവറിന്റെ വിഷയം ചോദിച്ചു തുടങ്ങിയോണ്ടാണ് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വരുന്നത്. നോക്കൂ, അൻവറിനെ സംബന്ധിച്ച് അൻവറിനെ മുന്നണിയിൽ എടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്ന സമയത്ത് സ്വാഭാവികമായി മുന്നണി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം തള്ളിപ്പറയുന്നു. UDF-ൽ കയറേണ്ടതില്ല എന്ന് ഏറ്റവും ആദ്യം തീരുമാനിച്ച അദ്ദേഹം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണോ UDF മുമ്പോട്ട് വെക്കുന്ന സജഷൻ, ആ സജഷന്റെ 4 ഇരട്ടി അപ്പുറത്തേക്ക് മുഖം തിരിഞ്ഞു നിന്നുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചിട്ട് അയ്യോ എന്നെ എടുക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എടുക്കാൻ പറ്റുക? UDF ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അത് ഞങ്ങളുടെ പ്രൊസീജിയറിലൂടെ കടന്നുപോയാണ് പ്രഖ്യാപിക്കുന്നത്. ആ സ്ഥാനാർത്ഥി അംഗീകരിക്കാൻ പറ്റില്ല, എനിക്ക് UDF-ൽ കയറണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? രേണു, നോക്കൂ, പണ്ടൊക്കെ ഈ ബംഗാളിൽ നിന്ന് തൊഴിലാളികളായിരുന്നു വന്നുകൊണ്ടിരുന്നത്, അല്ലെ? ഈ അന്യ ദേശ തൊഴിലാളികൾ ഇവിടെ വന്ന് പണിയെടുക്കുകയായിരുന്നു. ഇപ്പൊ ബംഗാളിൽ നിന്ന് ഒരു പാർട്ടി കൂടി വന്നിരിക്കുന്നു. ബംഗാളിൽ നിന്ന് തൊഴിലാളികൾ വന്നുകൊണ്ടിരുന്നിടത്തേക്ക് ബംഗാളിൽ നിന്ന് ഒരു പാർട്ടിയുമായി അൻവർ വന്ന് ഇവിടെ ഇതാ UDF-നും ഞങ്ങളുടെ നേതാക്കൾക്കുമെതിരെ അസഫ്യോ പുലഫ്യോ വിളിച്ചു പറഞ്ഞാൽ അത് കേട്ട് 2 ആഴ്ചക്കാലം മിണ്ടാതെ പ്രസ് മീറ്റ് പോലും നടത്താതെ, ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പോലും എഴുതിയിടാതെ സ്വന്തം ഓഫീസിൽ സെക്സ് റാക്കറ്റ് അടക്കം നടക്കുന്നു. ബംഗാളിൽ നിന്ന് പാർട്ടി വരുമ്പോഴും രാത്രി അവിടെ പോയി ചർച്ച നടത്തുന്നത് നിങ്ങളുടെ നേതാക്കളാണല്ലോ ശ്രീ വസന്ത്. ഇത് ഇപ്പോഴും ചർച്ചയുണ്ട്, സമ്മർദ്ദമുണ്ട്, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ട് എന്ന് അൻവർ പറയുമ്പോൾ അത് പൂർണ്ണമായും അൻവറിന്റെ തള്ളു മാത്രമായി നമുക്ക് കാണാൻ പറ്റാത്തത് അങ്ങനെ ചില തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ. പറയാം, അതിന്റെ കൂടി ഉത്തരം പറയാം. അതായത് അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒരാളായ P. ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ അയച്ചുവിട്ട് അതിനുശേഷം അത് മുഖ്യമന്ത്രിയുടെ നേരെ കൂടി എടുത്തു വെച്ച ശേഷം 3 ആഴ്ച വേണ്ടി വന്ന് മുഖ്യമന്ത്രിക്ക് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിടെ. അപ്പൊ അൻവറിനെ കണ്ടാൽ മുട്ടടിക്കുന്ന ആരുടെയാ? അൻവർ ഈ നാട്ടിൽ കൊള്ളത്തില്ലാത്ത എല്ലാ പുലഫിയോ അസഫിയോ വിളിച്ചു പറഞ്ഞിട്ടും കമാന്നൊരു അക്ഷരം അൻവറിനെതിരെ പറയാൻ പേടിച്ചിരുന്നത് ആരാണ്? ഞങ്ങളാണോ? ഞങ്ങൾക്കെതിരെ അൻവർ പറഞ്ഞ് 2ാമത്തെ ദിവസം ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ സ്ഥാനാർത്ഥി അംഗീകരിക്കാമെങ്കിൽ അംഗീകരിച്ചോ, ഇല്ലെങ്കിൽ അൻവർ ടാറ്റ ബൈ ബൈ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ അങ്ങ് ചോദിക്കുന്ന കാര്യം അത് ശ്രീ രാഹുൽ മാങ്കൂട്ടം ക്ലിയർ ആയി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആശയത്തോട്, അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് ചേർച്ചയുണ്ട്. ആ ചേർച്ച ഒരുമിച്ച് പോയാൽ നമുക്കത് പിണറായി സത്തിനെതിരായ വലിയ പോരാട്ടമാകും. ഇപ്പോൾ ഉള്ള പോരാട്ടം ഊർജ്ജം നൽകലാവും. അതൊക്കെ വിശദീകരിച്ചത് നമ്മൾ ചർച്ച ചെയ്തതുമാണ്. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാവുന്ന കാര്യമാണോ രാത്രിയിൽ അങ്ങനെ രഹസ്യ ചർച്ചയ്ക്ക് പോകുന്നത്? അത് നേതൃത്വത്തിന്റെ അറിവില്ലാതെ എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ആവശ്യം നിങ്ങൾക്കാണ്. അൻവർ ഒപ്പം ഉണ്ടാകേണ്ടുന്ന ആവശ്യം നിങ്ങൾക്കായിരുന്നു. അൻവറിനെതിരെ ഒന്നും പറയാതെ വാതിൽ തുറന്നിട്ട് നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.